നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിപ്പള്ളിയിലാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിലെ പത്തനാപുരത്തെ ജനങ്ങളെ ഞെട്ടിച്ച് വിജയം കൈവരിച്ച സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. വിശ്വാസത്തോടും നല്ല പരിശുദ്ധവുമായി UDF കേരളത്തിൽ മികച്ച വിജയം ഉണ്ടാക്കുമ്പോൾ അതിലേറ്റവും ഗ്ലാമർ വിജയം ഏതാണെന്ന് ചോദിച്ചാൽ, റിസൾട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു സംശയമില്ലായിരിക്കും പത്തനാപുരമായിരിക്കും. പത്തനാപുരത്തെ അങ്ങോട്ട് വരും. നമസ്കാരം. ഇവിടെ പത്തനാപുരത്തെ വിജയം എന്ന് പറയുന്നത് ശരിക്കും എല്ലാ കേരളത്തിലെ ജനങ്ങളെ കൂടെ ഒരു ഞെട്ടിച്ചൊരു വിജയം കൂടിയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ പുതുപ്പള്ളി നമ്മുടെ MLA യുടെ കാര്യം കൂടി ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ. തീർച്ചയായിട്ടും പത്തനാപുരത്ത് ഇപ്പോൾ UDF വിജയിക്കുവാൻ കഴിഞ്ഞു. 25 വർഷത്തിന് ശേഷം ശ്രീ KP ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് UDF വിജയിക്കുവാൻ കഴിഞ്ഞു. അതുപോലെ എനിക്ക് പുതുപ്പള്ളി മണ്ഡലവുമായിട്ടുള്ള ആത്മബന്ധം, ഞാൻ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ താമസിച്ച് 1.5 മാസം പ്രവർത്തിച്ച ആളാണ്. ശ്രീ ചാണ്ടി ഉമ്മനെ അടുത്തറിയാൻ കിട്ടിയ അവസരം എന്ന നിലയിൽ ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധമാണ്. ശ്രീ ചാണ്ടിയുടെ ഭൂരിപക്ഷം ഞങ്ങളെയൊക്കെ ഏറെ സന്തോഷിപ്പിക്കുന്നതാണ്. ചാണ്ടി എൻ്റെ പ്രചാരണത്തിന് പത്തനാപുരത്ത് അദ്ദേഹം വന്നപ്പോൾ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലൂടെയാണ് പത്തനാപുരത്ത് തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടേറിയത്, കളർഫുള്ളായത്. ഏതായാലും എല്ലാ അർത്ഥത്തിലും ശ്രീ ചാണ്ടി ഉമ്മൻ്റെ വിജയത്തിൽ പുതുപ്പള്ളിയിലെ വോട്ടർമാരെ അഭിനന്ദിക്കുന്നു. പത്തനാപുരത്തെ ജനപ്രതിയായി തെരഞ്ഞെടുത്തതിലുള്ള സന്തോഷത്തോടൊപ്പം ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ അദ്ദേഹത്തിന് ഓർമ്മപ്പൂക്കൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. അദ്ദേഹവും പത്തനാപുരത്ത് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമായിരുന്നു യഥാർത്ഥത്തിൽ പത്തനാപുരത്തെ സ്ഥാനാർത്ഥി. ഞാൻ എന്താ പറയുന്നത്, ഒരു നിമിത്തമായി എന്ന് മാത്രം. ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് രാഷ്ട്രീയ വിജയത്തിന്, UDFന്റെ വിജയത്തിന് ഏറെ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഇവിടെ വന്നിട്ട് പോകണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. UDFന് ഇത്ര സീറ്റ് കിട്ടുമെന്നുള്ളത് പ്രതീക്ഷ ഉണ്ടായിരുന്നത്? UDFന് ഇത്രയും സീറ്റ് കിട്ടുമെന്ന്, 100-ലധികം സീറ്റ് കിട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് പല തവണ പറഞ്ഞിരുന്നു. UDF നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും മറ്റു നേതാക്കന്മാരും പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ 100-ലധികം സീറ്റ് ലഭിച്ചിരിക്കുന്നു. ഏറെ മിന്നുന്ന വിജയമാണ് UDFന് ഉണ്ടായിട്ടുള്ളത്. ഏറെ സന്തോഷവാന്മാരാണ് UDFും കേരളത്തിലെ ജനങ്ങളും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ജനങ്ങളാണ് യജമാനന്മാർ എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു വിജയമാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുള്ളത്.